ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഈശോ തന്ന വലിയൊരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ ഈ ഒരു സെഷനെ കാണുന്നത്. ഈശോയെ കുറിച്ച് പറയാനായിട്ട് ഈശോ അനുവദിച്ചാലല്ലാതെ പറ്റത്തില്ല. അതുപോലെ തന്നെ എന്റെ കഴിവിന്റെ എന്റെ കഴിവിലൊന്നും ഒരു കാര്യവും ഇല്ല. ഈശോ തന്നതാണ് ഇത് മുഴുവൻ. ഇതെല്ലാം ഈശോയുടേതാണ്. ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും നിങ്ങൾ ഗ്രഹിക്കുന്നതും എല്ലാ കാര്യവും എന്റെ ഈശോയെ നിന്റെ തിരുഹൃദയത്തിന് സമർപ്പിക്കുന്നു. ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞാൻ അങ്ങനെ ശരണപ്പെടുന്നു. ആമേൻ. അമ്മേ മാതാവെ, അമ്മ മുഴുവനായിട്ട് അമ്മയുടെ ഹൃദയത്തിന് സമർപ്പിക്കുന്നു. ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് വിശുദ്ധ ഫൗസ്റ്റീനാമ, ഈശോയെ ഞാൻ അങ്ങനെ ശരണപ്പെടുന്നു എന്നുള്ള ഫൗസ്റ്റീനാമയുടെ ശരണം ആശ്രയത്വം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. ഫൗസ്റ്റീനാമയുടെ ഈ ഡയറിയുടെ അവതാരികയെ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതകാലം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവമായ കർത്താവിനോടുള്ള മനോഭാവമാണ് ആശ്രയത്വം. നിയമാനുഷ്ഠാനങ്ങളിലൂടെയും പരിശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങളോട് വിശ്വസ്തത പുലർത്തുന്നതിലൂടെയുമാണ് ഫൗസ്റ്റീനായിൽ ഈ ആശ്രയ മനോഭാവം വെളിപ്പെട്ടിരുന്നത്. ഫൗസ്റ്റീനാമയിൽ ഇതിൽ വെളിപ്പെട്ടിരുന്ന രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നിയമാനുഷ്ഠാനങ്ങളിലൂടെയും പരിശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങളോടുള്ള വിശ്വസ്തത പുലർത്തുന്നതിലൂടെയും. അപ്പൊ ശരിക്കും ഇത് ഞാൻ ആലോചിച്ചപ്പോ ഓർക്കുമായിരുന്നേ, നിയമാനുഷ്ഠാനത്തിലൂടെ നമ്മൾ ദൈവത്തിലുള്ള ആശ്രയത്വമാണ്. ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, വീട്ടില്, നാട്ടില്, റോട്ടില് ഒരുപാട് നിയമങ്ങളുണ്ട്. അപ്പൊ ഈ നിയമം അനുഷ്ഠിക്കുമ്പം ശരിക്കും നമ്മൾ ദൈവത്തിലുള്ള ആശ്രയത്വം കൂടിയാണ് അവിടെ അത് ഒബേ ചെയ്യുന്നതിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുന്നതെന്നുള്ളത് എനിക്ക് ഇതിലൂടെ തോന്നി. അപ്പൊ ഫൗസ്റ്റീനാമയുടെ വാക്കിൽ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. 652 പാരഗ്രാഫില് ഇങ്ങനെ പറയുന്നുണ്ട്: ഞാൻ ശ്രദ്ധിക്കുകയും നിരന്തരം ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു വാക്കുണ്ട്, അതാണ് എനിക്ക് എല്ലാം. അതിൽ ഞാൻ ജീവിക്കുന്നു, അതിൽ ഞാൻ മരിക്കുന്നു. ദൈവത്തിന്റെ തിരുഹിതം എന്നാണ് ആ വാക്ക്. അതാണ് എന്റെ അനുദിന ബോധ്യം. എന്റെ മനുഷ്യപ്രകൃതിക്ക് വിരുദ്ധവും എന്റെ ശക്തിക്ക് അതീതവും എന്ന് തോന്നിയാലും ഓരോ നിമിഷവും ദൈവസ്വരത്തിനായി കാതോർത്ത് അതിനായി എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കാരണം ഞാൻ എന്നിൽ തന്നെ എന്താണെന്ന് എനിക്കറിയാം, എന്നാൽ ദൈവത്തിന്റെ കൃപ എപ്പോഴും എന്നെ താങ്ങിക്കൊള്ളുമെന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്. അപ്പൊ ഇതാണ് ഫൗസ്റ്റീനാമയുടെ ആശ്രയത്വം. ഞാൻ എന്നിൽ തന്നെ എന്താണെന്ന് എനിക്കറിയാം, എന്നാൽ ദൈവത്തിന്റെ കൃപ എപ്പോഴും എന്നെ താങ്ങുമെന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്. അപ്പൊ ഫൗസ്റ്റീനാമയ്ക്ക് എപ്പോഴും ഉറപ്പാണ് ഈശോ എന്നെ താങ്ങിക്കൊള്ളുന്നു. അതുപോലെ തന്നെ ഈ ഡയറിയിൽ പല സമയത്ത് ഫൗസ്റ്റീനാമ ഒത്തിരി സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, എന്റെ ഈശോയെ, എന്റെ നികൃഷ്ടമായ അവസ്ഥ എനിക്കിങ്ങനെ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നിന്റെ കൃപയിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ഞാൻ പേടിക്കില്ലെന്ന്. നമ്മൾ വചനത്തിൽ ഒരുപാട് സ്ഥലത്ത് കാണുന്നുണ്ടല്ലോ, കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ വീണ്ടും ശക്തി പ്രാപിക്കും, നടന്നാൽ ക്ഷീണിക്കുകയില്ല, ഓടിയാൽ തളരുകയുമില്ല. അപ്പം ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ഭഗ്നാശരായത് ആരുണ്ട്? അതാണ് ഫൗസ്റ്റീനാമയുടെ ആശ്രയത്വം. ആ ആശ്രയത്വം നമുക്കിങ്ങനെ ഈ ഓരോ പാരഗ്രാഫും കേട്ട് പോകുന്ന വഴിക്ക് നമുക്കത് ഏറ്റെടുക്കാവേ. ജീവിതത്തിന്റെ ഓരോ നിമിഷവും നമുക്ക് വേണം ഈ ഒരു ആശ്രയത്വം. അപ്പോഴാണ് ഈശോ, അതായത് ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത് എന്നുള്ളൊരു ഒരു ബോധ്യം നമുക്ക് കിട്ടും. നമുക്ക് അതിനായിട്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാവേ. ഇനി ഈശോ തരുന്ന ഉറപ്പുകളാണ് നമ്മൾ ഈശോയിൽ ആശ്രയിക്കേണ്ടതിന്റെ ആവശ്യതയും നമ്മൾ എന്തുകൊണ്ട് ഈശോയിൽ ആശ്രയിക്കണം എന്നുള്ള ഈശോ തരുന്ന ഉറപ്പുകളാണ്. ഫൗസ്റ്റീനാമയുടെ 1076 ഖണ്ഡികയിലെ ഈശോ പറയാ, ഇത് എഴുതുക: ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്നതിനേക്കാൾ ആഴമായി അസ്തിത്വമുള്ളതെല്ലാം എന്റെ കരുണയുടെ ഉള്ളറയിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും, ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട ഓരോ വസ്തുവും ഈശോയുടെ കരുണയുടെ ഉള്ളറയിൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈശോയുടെ ഉള്ളിൽ നമ്മളുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് കണ്ണടച്ച് ഇമാജിൻ ചെയ്യാം, നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരുന്നപ്പോൾ അമ്മയുടെ വയറ്റിന്റെ ഉള്ളിൽ നമ്മൾ കിടക്കുകയാണ്. അപ്പൊ അതിനേക്കാളും 100% അല്ലെങ്കിൽ 200% ഉറപ്പിച്ച് ഈശോ പറയാണ്, നിങ്ങൾ എന്റെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ, നിങ്ങളായിരിക്കുന്ന സാഹചര്യം, ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കേൾക്കുന്നത്, ഇതെല്ലാം ഈശോയുടെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ ഉറപ്പിക്കപ്പെട്ടിരുന്ന കാര്യമാണ്. അതാണ് ഒന്നാമത്തെ ഉറപ്പ്. നിങ്ങൾ എന്ത് ചെയ്താലും, നിങ്ങൾ എന്തൊക്കെയാണേലും, നിങ്ങൾ എന്റെ ഉള്ളറയിൽ നിങ്ങൾ ഉണ്ട്, ഈശോയുടെ കരുണയുടെ ഉള്ളറയില്. ഇനി 548 ഈശോ പറയാണ്, പെട്ടെന്ന് ഈ വാക്കുകൾ എന്റെ ആത്മാവിൽ മന്ത്രിച്ചു: എന്റെ മകളെ, അനുദിന ജീവിത വൃത്തിക്ക് ആവശ്യമായ വരുമാനം നിങ്ങൾക്ക് എന്നും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. എന്റെ നന്മയിൽ പൂർണ്ണമായും ആശ്രയിക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ കർത്തവ്യം. എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം ലഭ്യമാക്കുക എന്നതാണ് എന്റെ ഉത്തരവാദിത്വം. നിങ്ങളുടെ വിശ്വാസത്തിന് എന്നെ പൂർണ്ണമായും വിട്ടുതരുന്നു. എത്ര ഉത്കൃഷ്ടമാണോ നിങ്ങളുടെ വിശ്വാസം, അതിനനുസരിച്ച് എന്റെ ഔദാര്യവും അളവറ്റതായിരിക്കും. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ ആഴത്തിനനുസരിച്ചാണ് ഈശോ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫൗസ്റ്റീനാമ പുതിയൊരു കോൺക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പം എവിടെ ഒന്നും അറിയത്തില്ല. അപ്പൊ ഫൗസ്റ്റീനാമയ്ക്ക് ഈശോ കൊടുക്കുന്ന ഉറപ്പാണ്, നിങ്ങൾക്ക് അന്നന്ന് എന്ത് വേണോ, നിങ്ങളുടെ ഫിസിക്കൽ, സ്പിരിച്വൽ, മെന്റൽ എന്ത് വേണമോ
അത് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ എന്നെ വിശ്വസിച്ച് എന്നെ ആശ്രയിച്ചാൽ അത് ഞാൻ തന്നിരിക്കും. അപ്പൊ നമ്മള് ആയിരിക്കുന്ന എന്ത് സാഹചര്യം ഈശോ എന്നോട് പറയാണ്, സോണിയ നീ എന്നെ വിശ്വസിക്കാന്നുള്ളത് മാത്രമാണ് നിന്റെ കർത്തവ്യം. ബാക്കി നിനക്ക് എന്ത് വേണോ ഇപ്പൊ സെഷൻ എടുക്കാനുള്ള ധൈര്യവും സമയവും സാഹചര്യവും ഞാനാണ് നിനക്ക് തരുന്നത്. അപ്പൊ നമ്മൾ ഓരോ സാഹചര്യത്തിൽ ഈശോ അത് തന്നെയാ പറയുന്നത്. ഈ ദിവസങ്ങളൊക്കെ ഈശോ എന്നോട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സങ്കീർത്തനം 46:10 ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. നമ്മുടെയൊക്കെ പല സാഹചര്യങ്ങളിലും എന്റെയും പ്രശ്നം അതാണ്. ദൈവമാണെന്ന് വിശ്വസിക്കാനും അങ്ങ് വിട്ടുകൊടുക്കാനും ഉള്ള ധൈര്യക്കുറവാണ് ശരിക്കും നമുക്ക് ആശ്രയിക്കാതിരിക്കാൻ ഉള്ള ഒരു കാരണം എനിക്കിങ്ങനെ തോന്നുക. ദൈവമാണെന്നും ഇതെല്ലാം ദൈവത്തിന്റെ ആണെന്നും ഇതിലെല്ലാം ദൈവമാണ് നടക്കുന്നതും നയിക്കുന്നതും എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ആശ്രയത്വം 24/7 അങ്ങ് നടക്കും, മരിക്കുന്നത് വരെ. അപ്പൊ പിന്നെ നെക്സ്റ്റ് മൊമെന്റിൽ ഞാൻ ഈശോയുടെ കൂടെയാണല്ലോ. ഇനി 129 നിനക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നിർഭാഗ്യരായ പാപികൾക്ക് വേണ്ടിയും എന്റെ കരുണയിൽ നിന്ന് കൃപ സ്വീകരിക്കുക. എന്റെ കരുണയിൽ ആശ്രയിക്കുന്ന ആത്മാവിന് കരുണ ലഭിക്കാതിരിക്കുന്നതിലും എളുപ്പം ആകാശവും ഭൂമിയും ഇല്ലാതാകുന്നതാണ്. ഈശോ ആശ്രയിക്കാനുള്ള റീസൺസ് ഇങ്ങനെ എണ്ണമിട്ട് ഇങ്ങനെ പറഞ്ഞു തരികയാണ്. എന്റെ കരുണയിൽ ആശ്രയിച്ചിട്ട് ഒരാൾക്ക് കരുണ കിട്ടാതിരിക്കുന്നതിലും ഭേദം ആകാശവും ഭൂമി ഇല്ലാതാകുന്നതാണ്. ഈ ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവാണിത് പറയുന്നത്. ഇനി 1602 ഈശോ പറയുന്നുണ്ട്, കരുണയുടെ ഉറവയിൽ നിന്ന് ശരണമാകുന്ന പാത്രം ഉപയോഗിച്ച് കൃപകൾ കോരാൻ കഴിയും. അപ്പോ വലിയ കടലിൽ നിന്ന്, കരുണയുടെ കടലിൽ നിന്ന് നമുക്ക് കോരിയെടുക്കേണ്ട പാത്രമാണ് ശരണം, ദൈവത്തിൽ ആശ്രയം. ഈശോയിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് 1602 പാരഗ്രാഫ് ഈശോ പറയുന്നത്. കരുണയുടെ ഉറവയിൽ നിന്ന് ശരണമാകുന്ന പാത്രം ഉപയോഗിച്ച് കൃപകൾ കോരാൻ കഴിയും. കൃപയുടെ പ്രവാഹം എളിമയുള്ള ആത്മാക്കളെ മൂടിക്കളയും. ഇത് കുമ്പസാരത്തിന് ആയിട്ട് ബന്ധപ്പെട്ട് ഈശോ പറയുന്നു. പക്ഷെ അതിന്റെ അവസാനത്തെ പാരഗ്രാഫ് ഈശോ പറയാണ്, കൃപയുടെ പ്രവാഹം എളിമയുള്ള ആത്മാക്കളെ മൂടിക്കളയും. അപ്പൊ നമുക്ക് കൃപയുടെ പ്രവാഹം വേണോ, നമ്മള് ആശ്രയിക്കുക ഈശോയിൽ മുഴുവനായിട്ടും. ഇനി ഫൗസ്റ്റീനമ്മ എങ്ങനെയാണ് ഈശോയിൽ ആശ്രയിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ 4ാമത്തെ പാരഗ്രാഫിൽ ഫൗസ്റ്റീനമ്മ ഡയറിയിലെ അതിന്റെ ലാസ്റ്റത്തെ ഒരു ലൈൻ മാത്രം ഞാൻ പറയാം. ഓ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, എൻ ദൈവത്തിൻ മറവിരിയെ, ഈശോയിൽ ചാരി നിത്യമുള്ളതിനാൽ തെല്ലുമേ ഇല്ല ഭയം എൻ ഹൃദയത്തിൽ. ഈശോയുടെ അടുത്താണ് ഞാൻ എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടെങ്കിൽ എനിക്ക് ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല എന്നാണ് ഫൗസ്റ്റീന പറയുന്നത്. ഇനി 91ാമത്തെ പാരഗ്രാഫില് ഫൗസ്റ്റീനാമ സഹനത്തിൽ എങ്ങനെയാണ് ഈശോ ആശ്രയിച്ചുകൊണ്ട്, നമുക്കൊക്കെ ഒരുപാട് സഹനങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നവരാണല്ലേ, ഫിസിക്കലി മെന്റലി. പലരും കാണുന്ന സഹനങ്ങളുണ്ടാവും, അല്ലാത്തതുണ്ടാവും. ഫൗസ്റ്റീനാമ എന്താ ചെയ്തത്, ഞാൻ സഹിക്കുന്ന പീഡകളെ അങ്ങ് മാത്രം അറിയുന്നു, അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ട് മാത്രം, അങ്ങയുടെ വിശ്വസ്തത പുലർത്തുന്നത് കൊണ്ടും മാത്രമാണിത്. എന്നിലുള്ള ധൈര്യവും ശക്തിയും എന്റേതല്ല, പിന്നെയോ ദിവ്യകാരുണ്യത്തിലൂടെ എന്നിൽ വസിക്കുന്നവന്റേതാണ്. നമുക്ക് ഓരോ ദിവസവും നമുക്ക് നമ്മുടെ സഹനങ്ങളിലെ ധൈര്യം, നമുക്ക് ധൈര്യവും ശക്തിയും കിട്ടാന് ഈ ദിവ്യകാരുണ്യത്തിലൂടെ ഒഴുകുന്ന ഈശോയുടെ കൃപയിൽ ആശ്രയിച്ചാൽ മതി എന്ന് ഫൗസ്റ്റീന പറയാണ്. ഇനി 237 ഫൗസ്റ്റീന പറയാണ് കുറവുകളെ കുറിച്ച്. നമ്മളൊക്കെ ഒത്തിരി കുറവുകളുള്ളവരാണ്. നമ്മളിങ്ങനെ ഡെയിലി, അതായത് മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോൾ എല്ലാ ദിവസവും നമ്മളിങ്ങനെ പലതവണ നമ്മുടെ കുറവുകളെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് അല്ലെ. ഫൗസ്റ്റീന പറയാണ് 237 തിരുമണിക്കൂർ ആരാധന സമയത്ത് എന്റെ ദുരിതാവസ്ഥയുടെ ആഴം ഞാൻ കണ്ടു. ഓ നാഥ, എന്നിലുള്ള എല്ലാ നന്മയും അങ്ങയുടേതാണ്, എന്നാൽ എന്റെ കുറവും ദുരിതവും അങ്ങയുടെ അതിരില്ലാത്ത കരുണയിൽ ആശ്രയിക്കാൻ എനിക്ക് അവകാശം തരുന്നു. അപ്പൊ ഈശോയുടെ കരുണയിൽ ആശ്രയിക്കാനുള്ള അവകാശമാണ് നമ്മുടെ കുറവും നമ്മുടെ ദുരിതവും. നമ്മളെ ഞാൻ എപ്പോഴും നമ്മുടെ ധൂർത്തപുത്രന്റെ കാര്യം ഓർക്കുക. അതായത് ആ പന്നിക്കുഴി കിടക്കുമ്പോഴും ധൂർത്തപുത്രൻ തന്റെ അവകാശം, അതായത് ഒരു ഭൃത്യന്റെ എങ്കിലും അവകാശം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആശ്രയിക്കാൻ തിരിഞ്ഞോടി. ആ ധൂർത്തപുത്രന്റെ ആശ്രയത്തെ എനിക്ക് എപ്പോഴും ഞാൻ ഓർക്കും. അതിന് പറ്റിയല്ലോ, അതിനുള്ള കൃപ കൊടുത്തല്ലോ. അപ്പൊ ആ ആശ്രയത്താണ് ഫൗസ്റ്റീനയോട് പറയുന്നത്. എന്നാൽ എന്റെ കുറവും ദുരിതവും അങ്ങയുടെ അതിരില്ലാത്ത കരുണയിൽ ആശ്രയിക്കാൻ എനിക്ക് അവകാശം തരുന്നു. ഭൃത്യന്റെ ഫുഡ് അന്വേഷിച്ചു പോയിട്ട് രാജാവിനെ പോലെയാണ് വീട്ടിനകത്തേക്ക് കയറിയത്. അപ്പം പിതാവായ ദൈവം അങ്ങനെയാണ് നമ്മളെ കാത്തിരിക്കുന്നത്, നമ്മുടെ ഓരോ കുറവിലും കരുണയിലും. ഇനി 287 നമ്മുടെ പ്രയാസങ്ങളെ കുറിച്ച് ഫൗസ്റ്റീന പറയാണ്, ഞാൻ എന്ത് ചെയ്താലും എന്റെ ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവകൃപയിൽ ആശ്രയിക്കും. ദൈവകൃപയാൽ വലിയ പ്രയാസങ്ങൾ തരണം ചെയ്യാൻ ആത്മാവിന് കഴിയും. ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറയാം, എന്റെ കൂടെ ഒന്ന് പറയോ, ഞാൻ എന്ത് ചെയ്താലും എന്റെ ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവകൃപയിൽ ആശ്രയിക്കും. ഞാൻ എന്ത് ചെയ്താലും എന്റെ ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവകൃപയിൽ ആശ്രയിക്കും.
പഠിക്കാം നമുക്കിത്. ഞാൻ എന്ത് ചെയ്താലും എന്റെ കൃപയിൽ ആശ്രയിക്കാതെ ദൈവകൃപയിൽ ആശ്രയിക്കും. 287 ഫൗസ്റ്റീനാമ പറയുന്നതാണ്. അപ്പൊ നമുക്ക് ഈശോ എന്നിട്ട് ഫൗസ്റ്റീനാമ പറയാണ്, ദൈവകൃപയാൽ വലിയ പ്രയാസങ്ങൾ തരണം ചെയ്യാൻ ആത്മാവിന് കഴിയും. അപ്പോഴാണ് ഈ അത്ഭുതങ്ങൾ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ അത്ഭുതം മറ്റുള്ളവർക്ക് അത്ഭുതം ആണെന്നില്ല, പക്ഷെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഓരോ കുഞ്ഞിതിലും ദൈവഹിതം അറിഞ്ഞ് ദൈവഹിതം നിറവേറ്റുമ്പോൾ നമുക്കവിടെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണാൻ കഴിയും. ഇനി 930 പറയാണ്, പരിപൂർണ ശരണത്തോടെ ദൈവകരുണയിലേക്ക് തിരിയുമ്പോൾ സൃഷ്ടികൾ തങ്ങളുടെ സൃഷ്ടാവിന് ഏറ്റവും ഉന്നതമായ മഹത്വം നൽകും. ഇവിടാണ് സങ്കീർത്തനം 46:10 എനിക്ക് വീണ്ടും ഓർമ്മ വരുന്നത്. അതായത് ഞാൻ ദൈവമാണെന്ന് അറിയുക, ദൈവത്തെ ദൈവമായിട്ട് അറിയുകയും വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ സൃഷ്ടാവിന് ഏറ്റവും വലിയ മഹത്വമാണ് ദൈവത്തെ ദൈവമായി കണ്ട് എല്ലാം ദൈവത്തിൽ അർപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. ഇനി ഇത് ആദ്യത്തെ ഒരു ഭാഗമാണ് വിശ്വാസത്തിന്റെ. ഇനി ഇതിന്റെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ആത്മാക്കളുടെ അവിശ്വാസം, തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളുടെ അവിശ്വാസത്തെ കുറിച്ച് ആഷ്ലി കഴിഞ്ഞ ദിവസം ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. അപ്പൊ ഞാനത് വീണ്ടും ഈശോ ഇങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഫൗസ്റ്റീനാമയിലൂടെ. 50-ാമത്തെ പാരഗ്രാഫിൽ അതിന്റെ സെക്കൻഡ് പാർട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പാപികൾ എന്റെ അടുക്കൽ വരുന്നതിന് ശങ്കിക്കാതിരിക്കട്ടെ, ഞാൻ കരുണയാൽ ജ്വലിക്കുകയാണ്, കരുണ ചുരൻ ഞാൻ വെമ്പൽ കൊള്ളുന്നു. ഈശോ എന്നോട് ഇങ്ങനെ പരാതിപ്പെട്ടു, ആത്മാക്കളുടെ അവിശ്വാസം എന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാവിന്റെ അവിശ്വാസം എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നു. ഞാൻ അവരെ അനന്തമായി സ്നേഹിച്ചിട്ടും അവരെന്നെ വിശ്വസിക്കുന്നില്ല. എന്റെ മരണം പോലും അവരെ തൃപ്തരാക്കുന്നില്ല. ഇവയെല്ലാം, ഈ കൃപകളെല്ലാം നിരസിക്കുന്ന ആത്മാവിന് ദുരിതം. ഈശോ പറയാണ്, ഇതെല്ലാം ഞാനിങ്ങനെ കോരിച്ചൊരിയാനായിട്ട് ഇങ്ങനെ കാത്തിരുന്നിട്ട് ഇതെല്ലാം നിരസിക്കുന്നവർക്ക് ദുരിതം എന്നാണ് ഈശോ പറയുന്നത്. ദുരിതം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിന് അപ്പുറത്തായിരിക്കും. ഈശോ കരുണ ഇങ്ങനെ കോരിച്ചൊരിയാണ്. ഇനി 300-ാമത്തെ പാരഗ്രാഫിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഓ ആത്മാവിന്റെ അവിശ്വസ്തത മൂലം ഞാൻ എത്രമാത്രം വേദനിക്കുന്നു. ഞാൻ പരിശുദ്ധനും നീതിമാനുമാണെന്ന് ഈ ആത്മാക്കൾ ഉദ്ഘോഷിക്കുന്നു. നമ്മളിങ്ങനെ വാഗൊണ്ട് പറയും ഈശോ പരിശുദ്ധനാണ്, ദൈവം പരിശുദ്ധനാണ്. എന്നാൽ എന്റെ കരുണയിൽ വിശ്വസിക്കുകയോ എന്റെ നന്മയിൽ ആശ്രയിക്കുകയോ ചെയ്യുന്നില്ല. പിശാചുകൾ പോലും എന്റെ നീതിയെ പുകഴ്ത്തുന്നു, എന്നാൽ അവർ എന്റെ നന്മയിൽ വിശ്വസിക്കുന്നില്ല. കരുണ എന്ന നാമധേയത്തിൽ എന്റെ ഹൃദയം ആനന്ദിക്കുന്നു. ദൈവം കരുണയാണെന്ന് നമ്മൾ ഓരോ തവണ ഏറ്റു പറയുമ്പോഴും ദൈവം അത്രയധികം ആനന്ദിക്കുന്നു. ഇനി 379-ാമത്തെ പാരഗ്രാഫിൽ ഇങ്ങനെ പറയാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾ പോലും എന്റെ കരുണയുടെ മഹത്വം മനസ്സിലാക്കാത്തതിനാൽ എന്റെ ഹൃദയം ദുഃഖപൂരിതമാണ്. എന്നോടുള്ള അവരുടെ പെരുമാറ്റം പല പ്രകാരത്തിൽ അവിശ്വാസത്താൽ നിറഞ്ഞിരിക്കുന്നു. അതെന്റെ ഹൃദയത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നു. എന്റെ പീഡാസഹനത്തെ ഓർക്കുക. എന്റെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിലും കുറഞ്ഞ പക്ഷം എന്റെ മുറിവുകളെങ്കിലും വിശ്വസിക്കുക. ഞാൻ ഓർക്കുകയാണ്, അതുകൊണ്ടായിരിക്കണം ഈശോ ഇങ്ങനെ ഈ കരുണയുടെ രൂപത്തില് മുറിവുകളോടെ പ്രത്യക്ഷപ്പെട്ടത്. നിങ്ങൾ എന്റെ കരുണയിൽ എന്റെ വാക്കുകൾ വിശ്വസിക്കുന്നില്ലെങ്കിലും എന്റെ മുറിവുകളെങ്കിലും വിശ്വസിക്കുക എന്നുള്ളതാണ് ഈശോ പറയുന്നത്. ഇനി 731 പറയുന്നുണ്ട്, ദൈവത്തിന്റെ അളവറ്റ കരുണയും ഉന്നതമായ നന്മയും അറിയാത്തത് കൊണ്ട് അനേകം ആത്മാക്കളാണ്, പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക്, തങ്ങളെ തന്നെ പൂർണ്ണമായി ദൈവതൃക്കരങ്ങളിൽ സമർപ്പിക്കാനുള്ള ധൈര്യമില്ലാതെ പോകുന്നത്. അതായത് ദൈവത്തിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാൻ ധൈര്യമില്ലാതെ പോകുന്നതിന്റെ കാരണം ഈശോ പറയാണ്, എന്റെ അളവറ്റ കരുണയും ഉന്നതമായ നന്മയും അറിയാത്തത് കൊണ്ട്. അതായത് നമ്മളൊക്കെ ഒരു ബാരിയർ വെച്ചിരിക്കുകയാണ്, നമ്മുടെ ചിന്തയില് മാത്രമേ ഈശോയുടെ കരുണ അളക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിലും എത്രയോ ഉന്നതമാണ് ഈശോയുടെ കരുണ എന്നുള്ളത് ഈശോ പറയാണ്. നിങ്ങളത് വിശ്വസിക്കണം, എന്റെ കരുണയുടെ ആഴം. ഇനി 1447 പറയാണ്, എന്റെ വേദന അല്പമെങ്കിലും മനസ്സിലാക്കുവാനായി അതീവ വാത്സല്യമുള്ള ഒരു അമ്മ തന്റെ മക്കളെ ഗാഠമായി സ്നേഹിച്ചിട്ടും മക്കൾ ആ സ്നേഹം നിരാകരിക്കുന്ന അവസ്ഥ ഒന്ന് സങ്കല്പിച്ചു നോക്കാം. അവളുടെ വേദനയെ പറ്റി ചിന്തിക്കുക. ആർക്കും അവളെ ആശ്വസിപ്പിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഈ സ്നേഹം എന്റെ സ്നേഹത്തിന്റെ ഒരു മങ്ങിയ ചിത്രവും സാദൃശ്യവും മാത്രമാണ്. അതായത് നമുക്ക് നമ്മുടെ പേരൻസ് നമ്മളെ എത്രത്തോളം സ്നേഹിച്ചു നിരാകരിക്കുന്ന ഒരു അവസ്ഥ അവര് ഫീൽ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ മക്കള് നമുക്കറിയാം നമ്മൾ അവരെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ഓരോ പ്രാവശ്യവും ചേച്ചി കഴിച്ചും പറഞ്ഞു, അതായത് മമ്മിക്ക് എന്നോട് സ്നേഹം ഇല്ല എന്ന് പറയുമ്പം വെറുതെ പറയുന്നതാണെങ്കിൽ പോലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അത് തുറന്നു കാണിക്കാൻ പറ്റാത്തൊരു വിഷമം നമുക്കുണ്ട്. അല്ലെ, ഇവരോട് എന്ത് പറഞ്ഞാലും ഇവർക്കത് മനസ്സിലാവില്ല എന്ന് പറയുന്നവരാണ് ഈശോ പറയുന്നത്. എന്റെ വേദനയുടെ ആഴം, നിങ്ങൾ എന്നെ ആശ്രയിക്കാതിരിക്കുകയും എന്നെ സ്നേഹിക്കാതിരിക്കുകയും എന്നെ ശരണപ്പെടാതിരിക്കുകയും ചെയ്യുമ്പം എനിക്കുണ്ടാകുന്ന വേദനയുടെ ഒരു മങ്ങിയ അംശമാണ് ഈ അമ്മയും കുഞ്ഞും തമ്മിലുള്ളത് ഈശോ പറയുന്നത്. അപ്പം ഒരു സെക്കൻഡ് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, എന്റെ ദൈവമേ, അങ്ങേ ശരണപ്പെടാനായിട്ട് എന്നെ അനുവദിക്കണേ, പഠിപ്പിക്കണേ ഈശോയെ, ഞങ്ങളുടെ കഴിവ് കുറവുകളിൽ ഈശോയെ ഞങ്ങളെ അങ്ങ് നയിക്കണമേ ഈശോയെ നമുക്ക് പറയാവേ. ഇനി ഫൗസ്റ്റീനാമ്മ ഈശോ പറഞ്ഞു കൊടുത്ത വേറൊരു കാര്യമാണ്, അതായത് നമ്മുടെ
ഇപ്പൊ നാളെ കഴിഞ്ഞ് നമ്മൾ ദുഃഖവെള്ളിയിലേക്ക് കയറാണ്. അന്ന് തൊട്ട് നമ്മൾ നൊവേന ആരംഭിക്കുകയാണ്. നമ്മൾ നൊവേന കഴിഞ്ഞ് അവസാനത്തെ ദിവസം പുതുഞായറിൽ നമ്മള് എവിടേക്ക് കയറുന്നേ? നമ്മുടെ കരുണയുടെ ഫീസ്റ്റിലേക്ക് കയറുകയാണ്. അപ്പൊ ദൈവകരുണയുടെ ഫീസ്റ്റിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. പുതുഞാറാഴ്ചയാണ് ദൈവകരുണയുടെ ഫീസ്റ്റ്. അപ്പൊ ഈശോ പറയുന്നുണ്ട്, വൈദികർ എന്റെ കരുണയെക്കുറിച്ച് പാപികളായ ആത്മാക്കളോട് പ്രഘോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഈ കരുണയുടെ ഡയറിയിൽ ഒരു 20-നടുത്ത് പ്രാവശ്യം ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ കരുണയുടെ ഫീസ്റ്റ് നിങ്ങൾ ആഘോഷിക്കണം, ആഘോഷിക്കണം, ആഘോഷിക്കണം. അതിന്റെ കാരണം ഈശോ ഇങ്ങനെ പലയിടത്തും പറയുന്നുണ്ട്. ഈ 341 പാസേജിൽ ഒരെണ്ണം ഫൗസ്റ്റീനാമ്മയോട് പറയുന്നുണ്ട്. ഈ ഫൗസ്റ്റീനാമ്മ ജസ്റ്റ് ഈശോയുടെ അടുത്തൊന്ന് കയറിയിട്ട് ഇങ്ങനെ അന്നത്തെ ദിവസത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈശോയോട് ചോദിച്ചു, അതായത് കരുണയുടെ തിരുനാളിനെ കുറിച്ച് സംസാരിക്കാൻ അങ്ങ് ആവശ്യപ്പെട്ടു. എന്നാൽ അപ്രകാരം ഒരു തിരുനാൾ ഇപ്പോൾ തന്നെ ഉണ്ടെന്ന് അവർ പറയുന്നത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. പിന്നെ ഇതേപ്പറ്റി എന്തിനു പറയണം? അപ്പൊ ഈശോ തിരിച്ചു പറയാണ്, ഈ തിരുനാളിനെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും അറിവുണ്ടോ? ഇല്ല. പലപ്പോഴും എന്റെ കരുണയെപ്പറ്റി പ്രഘോഷിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് പോലും ഇതേപ്പറ്റി അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഉയിർപ്പ് ഞായർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഈ ചിത്രം ആഘോഷമായി വെഞ്ചരിക്കണമെന്നും പരസ്യമണത്തിന് വെക്കണമെന്നും ഞാൻ ആവശ്യപ്പെട്ടത്. അതായത് ഇതിനെപ്പറ്റി അറിയാത്ത ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. അപ്പം ഇന്നത്തെ നമ്മൾ മനസ്സിൽ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഫാമിലി ഗ്രൂപ്പ്സിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രെയർ ഗ്രൂപ്പ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ മിനിമം ഒരു 10 ഗ്രൂപ്പുകളിലോ 10 പേരോടെങ്കിലും നമ്മൾ കരുണയുടെ തിരുനാളിനെ കുറിച്ച് പറയണം. അറിയാതെ പോകരുത് ആരും. അതിനായിട്ട് ഈശോ നമ്മളെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇനി 699 പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഈശോ ഈ കരുണയുടെ തിരുനാളിനെ കുറിച്ച് ഇങ്ങനെ പറയണം. എന്റെ മകളെ, എന്റെ അഗ്രാഹ്യമായ കരുണയെ പറ്റി സമസ്ത ലോകത്തോടും പറയുക. എല്ലാ ആത്മാക്കൾക്കും, പ്രത്യേകിച്ച് കഠിന പാപികൾക്ക് കരുണയുടെ തിരുനാൾ അഭയവും സംരക്ഷണവുമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ദിവസം എന്റെ അനുകമ്പാർദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറക്കും. എന്റെ കരുണയുടെ ഉറവിടത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ പ്രസാദവരത്തിന്റെ വൻ കടൽ തന്നെ ഒഴുക്കും. അന്നേ ദിവസം കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാപമോചനവും കടങ്ങളുടെ പൊറുതിയും ലഭിക്കും. അന്നേ ദിവസം ദൈവിക പ്രസാദവരം ഒഴുകുന്ന എല്ലാ ചാലുകളും ഞാൻ തുറന്നിടും. ഒരാത്മാവ് പോലും തന്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും എന്റെ അടുക്കൽ വരുവാൻ ഭയപ്പെടരുത്. മാനുഷികമോ അമാനുഷികമായ ബുദ്ധിക്ക് ഒരിക്കലും അളക്കാനാവാത്ത വിധം എന്റെ കരുണ അത്ര ഉന്നതമാണ്. അത് നിത്യതയോളം അങ്ങനെ തന്നെയായിരിക്കും. എന്റെ അനുകമ്പാർദ്രമായ കരുണയിൽ നിന്നാണ് എല്ലാ സൃഷ്ടികളും അസ്തിത്വം സ്വീകരിച്ചിരിക്കുന്നത്. എന്നോടുള്ള സഹവാസത്തിൽ എല്ലാ ആത്മാക്കളും എന്റെ സ്നേഹത്തിലും കരുണയിലുമാണ് നിത്യതയിൽ എപ്പോഴും മുഴുകിയിരിക്കുന്നത്. എനിക്ക് നിങ്ങളോടുള്ള വാത്സല്യത്തിൽ നിന്നാണ് കരുണയുടെ തിരുനാൾ ഉത്ഭുതമായിരിക്കുന്നത്. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഇത് സാഘോഷം കൊണ്ടാടണമെന്നതാണ് എന്റെ അഭിലാഷം. എന്റെ കരുണയുടെ ഉറവയിൽ അണയാതെ മാനവകുലത്തിന് സമാധാനം ലഭിക്കുകയില്ല. അപ്പൊ ഈശോ ഇതിന്റെ കാരണം പറയുകയാണ് എന്തുകൊണ്ട് ഈ കരുണയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കണം എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ദിവസം ഈശോ പറഞ്ഞ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട്. ഒന്ന്, ദൈവത്തിൽ നമ്മൾ എന്തുകൊണ്ട് ആശ്രയിക്കണം, ദൈവകരുണയിൽ നമ്മൾ ആശ്രയിക്കുന്നത്. ഈശോ ഒറ്റ സെന്റൻസ് ഈ ചിത്രത്തിന്റെ അടിയിൽ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ, ഈശോയെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ. ഒറ്റ സെന്റൻസ്. അതായത് ഈ കരുണയുടെ ആഘോഷവും ഈ കരുണയുടെ ഈ 33 ദിവസത്തെ പഠനവും ഈ ഡയറിയും ഫൗസ്റ്റീനാമ്മയും ഈ ലോകം മുഴുവനുള്ള ആൾക്കാർ മുഴുവൻ പാടി പാടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നത് ഈ ഒരൊറ്റ കാര്യമാണ്, ഈശോയെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ളത്. അത് മാത്രം മതി എന്നാണ് ഈശോ പറയുന്നത്. ഈ ശരണം മാത്രം മതി. അതുകൊണ്ടാണ് ഞാൻ അത്ഭുതപ്പെടാണ്, ഇത്രയും വലിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ. എന്നിട്ട് അതിൽ ഒറ്റ സെന്റൻസേ ഉള്ളൂ, അതാണ് ഈശോയെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ളത്. അപ്പൊ നമുക്കിത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് എടുക്കാം. എല്ലാ കാര്യങ്ങളും ഈശോയെ എന്റെ ശക്തിയിലല്ല നിന്റെ കൃപയിൽ ആശ്രയിക്കാനായിട്ട്. ഇതിലെല്ലാം നീയാണ്, നിന്റെയാണ് ഇതെല്ലാം എന്ന് നമുക്ക് ആശ്രയിക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് ആർജിച്ചെടുക്കണം. ഇന്നത്തെ അഭിഷേക പ്രാർത്ഥനയിൽ നമുക്ക് ആർജിച്ചെടുക്കണം ഇന്നത്തെ, അതായത് ഈശോയിൽ ആശ്രയിക്കാനുള്ള ധൈര്യം. ആ ധൈര്യവും ശക്തിയും വേണം. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുന്ന പറയുന്നത്. അപ്പൊ ആ ശക്തി കിട്ടാനായിട്ട് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് മേടിച്ചെടുക്കണം ഇന്നത്തെ ശക്തി. പിന്നെ നമ്മുടെ അവിശ്വാസം ഈശോയെ എത്രത്തോളം വിഷമിപ്പിക്കുന്നു എന്നുള്ളത്. പിന്നെ ദൈവകരുണയുടെ തിരുനാള് ആഘോഷിക്കണം. നമുക്ക് കൃപയുടെ എല്ലാ ചാലും ഒഴുകുന്ന നമ്മള് എല്ലാം ക്ലിയർ ചെയ്ത് വെട്ടി തുറന്ന് അത് മൊത്തം മേടിക്കണം. അപ്പൊ നമുക്കും നമ്മുടെ ചുറ്റുമുള്ള എല്ലാവർക്കും ഇത് ഒഴുക്കാനായിട്ട് നമുക്ക് പറ്റും. മേക്ക് മീ എ ചാനൽ ഓഫ് ദൈ ഗ്രേസ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ എന്നെ അങ്ങയുടെ കൃപയുടെ ഒരു ചാലാക്കി മാറ്റണേ എന്ന് എല്ലാവർക്കും നമുക്ക് കൊടുക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
അമ്മ മാതാവേ, അമ്മയ്ക്ക് ഒത്തിരി നന്ദി. സകല വിശുദ്ധരെ മാധ്യസ്ഥം വഹിച്ച സകല വിശുദ്ധരെ മാലാഖമാരെ കാത്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പ്രാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പ്രാനോട് അപേക്ഷിച്ചു. ആമേൻ.